ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്നൊരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഈ പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് വെള്ളം ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ്. പാസ്ത പല ടൈപ്പിലുള്ളതുണ്ട്. ഞാനിവിടെ പെന്നെ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ പാസ്ത ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം ഈ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഏകദേശം 8 മുതൽ 10 മിനിറ്റ് വരെയെങ്കിലും വേണ്ടി വരും ഇത് പാകത്തിന് വെന്ത് വരാനായിട്ട്. പാസ്ത ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം. അപ്പോൾ ഞാനിവിടെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഒരു കടായിൽ കുറച്ച് ഒലിവ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എടുത്താലും മതി. ഈ ഒരു റെസിപ്പിയിൽ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളിയാണ് ചേർത്തത്. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. തീ കൂട്ടി വെച്ച് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർക്കുന്നുണ്ട്. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ചേർത്തത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ ബീൻസ് ചേർക്കാം, മഷ്റൂം ചേർക്കാം, അതല്ലെങ്കിൽ കോൺ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സുമാണ് ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തീ കൂട്ടി വെച്ച് തന്നെയാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴന്നു കഴിഞ്ഞാൽ ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു കടായിൽ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇപ്പോൾ ചേർത്തത്. ഈ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് മൈദയാണ് ചേർക്കാനുള്ളത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ബ്രൗൺ നിറമൊന്നും ആകുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. ഇപ്പോൾ ഈ ബട്ടറും മൈദയും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് പാലാണ് ഇതിൽ മൊത്തത്തിൽ ചേർക്കുന്നത്. പാൽ ആദ്യം തന്നെ മുഴുവനും അങ്ങ് ഒഴിക്കരുത്. വളരെ കുറച്ച് വീതം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. വീണ്ടും കുറച്ച് പാലൊഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ 1/2 കപ്പ് പാല് വളരെ കുറച്ച് വീതം ഒഴിച്ച് ഒട്ടും തന്നെ കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയില്ലാതെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ
ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ജാതിക്ക പൊടിച്ചതാണ് ഇപ്പോൾ ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ജാതിക്ക പൊടിച്ചത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അത് 1 നുള്ള് മാത്രം മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നേരത്തെ വഴറ്റി വെച്ചിരുന്ന വെജിറ്റബിൾ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയാണ്. 1 കപ്പ് പെന്നെ പാസ്തയാണ് വേവിച്ചെടുത്തത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. പാസ്ത കൂടി ചേർത്തിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡിയാകും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ചീസ് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.